യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യോഹന്നാൻ തൻ്റെ 3-ാം ലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം: ഗായോസിന്. രണ്ടാമത്തെ ചോദ്യം: സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് യോഹന്നാൻ പ്രാർത്ഥിച്ചത് ആർക്കു വേണ്ടി? ഉത്തരം: ഗായോസിനു വേണ്ടി. മൂന്നാമത്തെ ചോദ്യം: ഗായോസിൻ്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: ശുഭമായിരിക്കുന്നു. നാലാമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് താൻ അത്യന്തം സന്തോഷിച്ചു എന്ന് യോഹന്നാൻ തൻ്റെ 3-ാം ലേഖനത്തിൽ പറയുന്നത്? ഉത്തരം: ഗായോസ് സത്യത്തിൽ നടക്കുന്നുവെന്ന് സഹോദരന്മാർ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട്. അഞ്ചാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ വലിയ സന്തോഷം എന്ത്? ഉത്തരം: തൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത്. ആറാമത്തെ ചോദ്യം: ഗായോസ് എന്തിലാണ് വിശ്വസ്തത കാണിക്കുന്നത്? ഉത്തരം: സഹോദരന്മാർക്കും അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ. ഏഴാമത്തെ ചോദ്യം: എന്തിനാണ് സഭയുടെ മുമ്പാകെ ഗായോസിന് സാക്ഷ്യം ലഭിച്ചത്? ഉത്തരം: ഗായോസിൻ്റെ സ്നേഹത്തിന്. എട്ടാമത്തെ ചോദ്യം: സഹോദരന്മാരെ എങ്ങനെ യാത്ര അയക്കണമെന്നാണ് യോഹന്നാൻ ഗായോസിനോട് പറഞ്ഞത്? ഉത്തരം: ദൈവത്തിന് യോഗ്യമാവണ്ണം. ഒമ്പതാമത്തെ ചോദ്യം: സഹോദരന്മാർ ജാതികളോട് ഒന്നും വാങ്ങാതിരിക്കാൻ കാരണമെന്ത്? ഉത്തരം: തിരുനാമ നിമിത്തം. പത്താമത്തെ ചോദ്യം: എന്തിനു കൂട്ടുവേലക്കാരാകേണ്ടതിനാണ് തിരുനാമ നിമിത്തം ജാതികളോട് ഒന്നും വാങ്ങാത്ത സഹോദരന്മാരെ സൽക്കരിക്കണമെന്ന് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: സത്യത്തിന്. 11ാമത്തെ ചോദ്യം: സഭയ്ക്ക് പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നത് ആര്? ഉത്തരം: ദിയോത്രഫേസ്. 12ാമത്തെ ചോദ്യം: അപ്പസ്തോലന്മാരെ കൂട്ടാക്കാതെ അവരെ ദുർവാക്ക് പറഞ്ഞ് ശകാരിക്കുന്നത് ആര്? ഉത്തരം: ദിയോത്രഫേസ്. 13ാമത്തെ ചോദ്യം: ദിയോത്രഫേസ് ആരെയാണ് വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത്? ഉത്തരം: സഹോദരന്മാരെ കൈക്കൊള്ളുവാൻ മനസ്സുള്ളവരെ. 14ാമത്തെ ചോദ്യം: എന്ത് അനുകരിക്കരുത് എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്? ഉത്തരം: തിന്മ. 15ാമത്തെ ചോദ്യം: എല്ലാവരാലും സത്യത്താൽ സാക്ഷ്യം ലഭിച്ചത് ആർക്ക്? ഉത്തരം: ദെമത്രിയോസിന്. 16ാമത്തെ ചോദ്യം: എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ മനസ്സില്ല എന്ന് യോഹന്നാൻ പറഞ്ഞത് ആരോട്? ഉത്തരം: ഗായോസിനോട്. ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.